ഹായ്, എൻ്റെ പേര് നിയാസ് എന്നാണ്. ഞാൻ ഫിറ്റ്പാക്കിൻ്റെ മാനേജിങ് പാർട്ട്ണറാണ്. ഇത് ഫിറ്റ്പാക്ക് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ബിസിനസ്സുകാരാണ് ബേസിക്കലി. ഇപ്പോഴും ബിസിനസ്സുകാരൻ തന്നെയാണ്. എന്താണ് ഫിറ്റ്പാക്ക്, എങ്ങനെ ഫിറ്റ്പാക്ക് സ്റ്റാർട്ട് ചെയ്തു, അതിനെക്കുറിച്ച് ഞാൻ ചെറുതായിട്ട് പറഞ്ഞുതരാം. ഞാൻ കുറേ കാലമായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 10-15 വർഷമായിട്ട് ഞാൻ സ്ഥിരമായിട്ട് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ജിം എന്നുള്ളൊരു കൺസെപ്റ്റ് എന്താ വെച്ചാൽ, നമ്മൾ സാധാരണ ഒരു ജിമ്മിൽ പോകണു, വർക്കൗട്ട് ചെയ്യണു, വരണു. അപ്പോൾ അവിടെ ഒരുപാട് നമുക്ക് സാധാരണ കുറേ വയർപ്പും അങ്ങനെ എല്ലാം, ഒരു ജിം അങ്ങനെ തന്നെയാണല്ലോ, നമുക്ക് വയർക്കണം, അങ്ങനത്തെ ഒരു ഏരിയയാണ് പൊതുവേ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷെ നമുക്ക് അതിൽ നിന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫിറ്റ്പാക്ക് സ്റ്റാർട്ട് ചെയ്തത്. ഫിറ്റ്പാക്കിൽ ഉള്ള മെമ്പേഴ്സിന് അറിയാം എന്താണ് ഇവിടെ നടക്കുന്നത് എന്നുള്ളതൊക്കെ. അതുപോലെ തന്നെ ഫിറ്റ്പാക്കിൽ വരാത്തവർക്ക് നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നമ്മളിതൊരു ലക്ഷറി ഫിറ്റ്നസ് സ്റ്റുഡിയോ ആണ്. നമ്മളിതൊരു ജിം ഒരു കൺസെപ്റ്റ് അല്ല. ഇവിടെ നിങ്ങൾക്ക് വരുമ്പോൾ കിട്ടുന്നത് ഹെൽത്തി ഫുഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ നല്ലൊരു വിശാലമായിട്ടുള്ള ഏരിയ, ഇമ്പോർട്ടൻറ്റ് മെഷീനിൽ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഐസ് ബാത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് സ്റ്റീം ബാത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, സോണ ബാത്ത് ഫെസിലിറ്റീസ് ഉണ്ട്, നമുക്ക് ഡയറ്റീഷ്യൻ ഉണ്ട്, നമുക്ക് ഏകദേശം 13ഓളം സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് സുംബ ഫ്ലോർ ഉണ്ട്, നമുക്ക് ക്രോസ് ഫിറ്റ് വർക്കൗട്ട് ഏരിയ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫെസിലിറ്റീസും അതുപോലെ തന്നെ ലക്ഷറിയസ് ആയിട്ട് നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഏരിയ കൂടിയാണ് ഈ ഫിറ്റ്പാക്ക് എന്ന് പറയുന്ന ഈ ഒരു സ്ഥാപനം. പിന്നെ നമുക്ക് ഫിറ്റ്പാക്കിലോട്ട് വരുമ്പോൾ ഒരു ജിമ്മ് മാത്രമായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഒരുപാട് നമ്മൾ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണുന്നവരെയും നമുക്ക് തൽക്കാലത്തേക്ക് നിർത്തുകയാണ്. താങ്ക് യു, ബൈ.